ഗ്ലോബൽ മീഡിയ ദുബായും കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ദുബായ് 2025 സമർപ്പിക്കുന്നതിനായിട്ട് മലയാളത്തിൻ്റെ പുണ്യമായിട്ടുള്ള പത്മശ്രീ മധു സാർ പുരസ്കാര സമർപ്പണത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനും ചിന്തകനും മുൻ മന്ത്രിയുമായിട്ടുള്ള ശ്രീ എം.എ. ബേബി സാർ അവർകൾ, പ്രശസ്തി പത്രം നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് അവർകൾ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഗീത നസീർ അവർകൾ, അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാനായിട്ടുള്ള ശ്രീ ഷിബു പ്രഭാകരൻ സാർ, എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ടും ഈ അവാർഡ് ദാനം നൽകുന്നതിനായും എം.എ. ബേബി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചാരിതാർത്ഥ്യം പകരുന്ന, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓർമ്മയിൽ എന്നും അഭിമാനപൂർവ്വം സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ്. മധു സാറിനെ ആദരിക്കാൻ വേണ്ടി നമുക്കിവിടെ ഒത്തുകൂടാൻ കഴിഞ്ഞു എന്നുള്ളത്. ഡോക്ടർമാർ പൂർണ്ണമായ വോയിസ് റെസ്റ്റ് കൊടുക്കണം, തൊണ്ട അനക്കരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഡോക്ടർമാരുടെ ആ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഏതാനും വാക്ക് സംസാരിക്കുന്നത്. കാരണം ഇതുപോലൊരു സമയത്ത് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ സംസാരശേഷി എന്തിനാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മധു സാറുമായി എൻ്റെ ബന്ധം ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തുടങ്ങുന്നതാണ്. കിളികൊല്ലൂർ SV ടാക്കീസിൽ കാഞ്ഞാവിളിയിൽ നിന്നും ബസ് കയറി ഞങ്ങൾ പോയി പട്ടുതൂവാല എന്ന് പറയുന്ന സിനിമ. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ മധു സാറിൻ്റെ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. അന്ന് മുഖ്യമായി 3 പേരാണ് അഭിനേതാക്കളായി തിളങ്ങി നിന്നിരുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ മധു സാറിനൊപ്പം ഉണ്ടായിരുന്ന സത്യൻ്റെയും പ്രേംനസീറിൻ്റെയും മുഖം വന്നിട്ടുണ്ടാവും. ഈ പ്രമുഖരായ നടന്മാർ ഒന്നിൽ കൂടുതൽ പേർ അഭിനയിച്ചിട്ടുള്ള സിനിമകളും അന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അടുത്ത് കാണാൻ പറ്റുമോ, ഒന്ന് തൊടാൻ പറ്റുമോ എന്നെല്ലാം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചിന്തിച്ചിട്ടുള്ള മധു സാറുമായി പിന്നീട് വളരെ അടുത്തിടപഴകാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടി. അതിൻ്റെ സൂത്രധാരൻ ശ്രീ ലിയാഖത്ത് അലിയാണ്. ഈ ഗോൾഡൻ അച്ചീവ്മെൻ്റ് അവാർഡ് നൽകുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിലേറെ സന്ദർഭങ്ങളിൽ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്, മധു സാറ് പുതിയ തലമുറയിലെ സംരംഭകരെയും വ്യത്യസ്ത മേഖലകളിൽ സംഭാവനകൾ അർപ്പിച്ചവരെയും ഒക്കെ ആദരിക്കാൻ ലിയാഖത്തിൻ്റെ സംഘടനാ വൈഭവത്തിൻ്റെ ഒരു ഭാഗമായി വരുമ്പോൾ എത്രയോ വലിയ ആദരവ് നൽകേണ്ട ഒരാളാണ് മധു സാർ. അതിനുള്ള അവസരം ഉണ്ടാവേണ്ടേ എന്നാലോചിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ മധു സാറിനുള്ള ആദരവ്, മധു സാറിൻ്റെ അഭിനയം, മധു സാർ സംവിധാനം ചെയ്ത സിനിമകൾ, അതെല്ലാം വഴി അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിച്ചയാളാണ് മധു സാർ.
അവരിൽ കുറേ പേരൊന്നും ജീവിച്ചിരിപ്പില്ല. കാര്യം പ്രായം ചെന്നവർ മരിച്ചു പോകും. പുതിയ തലമുറയിൽ അതുപോലെ തന്നെ മൗസാറിൻ്റെ സിനിമകൾ ഓരോന്നും അത് ആ സിനിമകൾ ഓർത്ത് പറയാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. കാര്യം ഇവിടെ തന്നെ ഗീത എന്നോട് പറയുമായിരുന്നു, ഏണിപ്പടികൾ, തകഴിയുടെ ഏണിപ്പടികൾ KPSC സിനിമയാക്കിയപ്പോൾ അതിൽ മൗസാർ പ്രധാനപ്പെട്ട റോളിൽ അഭിനയിച്ചത്. പിന്നെ ONV സാറിൻ്റെ ഒരു കവിത നീലക്കണ്ണുകൾ സിനിമയാക്കിയപ്പോൾ മൗസാറാണ് അത് സംവിധാനം ചെയ്തത്. അപ്പം അങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവരാജൻ മാഷ് സംഗീതം നൽകി ദാസേട്ടൻ പാടിയ ഓമലാളെ കണ്ടു ഞാൻ എന്ന പാട്ട് മൗസാറും ജയഭാരതിയും കൂടെ അഭിനയിക്കുന്നത്. പിന്നെ ചെമ്മീനെ കുറിച്ച് ആരും പറഞ്ഞു തുടങ്ങുന്നത് ഒരു പക്ഷേ ചെമ്മീനായിരിക്കും. അങ്ങനെ നമ്മുടെ കലാജീവിതത്തിൽ, മലയാളിയുടെ ജീവിതത്തിൽ മൗസാറിനെ പോലെ പറിച്ചു മാറ്റാൻ പറ്റാത്തൊരു സാന്നിധ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ദാസേട്ടൻ മാത്രമാണ്. ഗായകനായിട്ടുള്ള യേശുദാസ് എന്താണോ മലയാളിക്ക്, അതുപോലെയാണ് അഭിനേതാവും സംവിധായകനുമായിട്ടുള്ള മൗസാർ. അദ്ദേഹത്തിന് അർഹതപ്പെട്ട എല്ലാ തരത്തിലുമുള്ള ബഹുമതികൾ അദ്ദേഹത്തിന് വന്നോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലാസ്വാദകരുടെ മനസ്സിൽ മൗസാറിന് ലഭിക്കുന്ന ആദരവാണ് ഏറ്റവും വലിയ അംഗീകാരം. അത് ഓസ്കാർ കിട്ടിയോ ആ ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. അങ്ങനെയുള്ള പലതും പല ബഹുമതികളും അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. സമാധാനത്തിനൊരു നോബൽ സമ്മാനമുണ്ട്, പക്ഷെ അത് മഹാത്മാഗാന്ധിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടത് ആ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിൻ്റെ ഒരു പകിട്ട് കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഔപചാരികമായ അംഗീകാരങ്ങളല്ല, മനുഷ്യ മനസ്സിൽ മൗസാറിൻ്റെ സർഗപ്രതിഭ ആവിഷ്കരിച്ചിട്ടുള്ള മാറ്റാൻ കഴിയാത്ത, മായ്ച്ചു കളയാൻ കഴിയാത്ത അടയാളങ്ങൾ, അതൊന്നും മലയാളിക്ക് മാത്രമല്ല കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മൗസാറിൻ്റെ സർഗ ജീവിതം എന്നും ഒരു വിസ്മയമായിരിക്കും, ഒരു പ്രചോദനമായിരിക്കും, ഒരു അഭയമായിരിക്കും, ആശ്വാസമായിരിക്കും എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. മൗസാറിന് ഈ പുരസ്കാരം യഥാർത്ഥത്തിൽ മൗസാറിൻ്റെ കലാവൈഭവത്തിൻ്റെ മികവ് അറിയുന്ന എല്ലാവരും ചേർന്ന് സമർപ്പിച്ച ഒരു പുരസ്കാരമാണ്. നമ്മൾ ഇത്രയും പേരെ ഇവിടെ ഉള്ളുവെങ്കിൽ പോലും മൗസാറിനെ ആദരിക്കുന്ന സർവർക്കും വേണ്ടിയാണ് നമ്മളത് കൈമാറിയത്. ഇത് ഇത്തരത്തിൽ സംഘടിപ്പിച്ച ലിയാഖത്ത് അലി എന്ന സംഘാടകനെയും ഈ സന്ദർഭത്തിൽ അനുമോദിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. അതോടൊപ്പം ഈ സംരംഭത്തിൽ സഹകരിച്ച ചേംബർ ഓഫ് കോമേഴ്സ്, മറ്റ് പ്രസ്ഥാനങ്ങൾ, അവരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ലിയാഖത്ത് അലിയുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ ആദരവ് ഏറ്റുവാങ്ങാൻ സന്മനസ് കാണിച്ച മധുസാറിനോട് നന്ദി പറയുകയാണ്. ഏറെ ആദരണീയനായ ശ്രീ മധുസാർ, MA ബേബി സാർ, മറ്റ് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമുള്ളൊരു നിമിഷമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് കുട്ടിക്കാലം തൊട്ടേ നമ്മളെല്ലാം കണ്ട് നമ്മുടെയൊക്കെ വലിയ ആരാധന പാത്രമായിരുന്ന ശ്രീ മധുസാറിൻ്റെ ഇങ്ങനൊരു ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനും അദ്ദേഹത്തോടൊപ്പം സമയം സ്വല്പം ചിലവഴിക്കാനും കിട്ടിയ ഒരു സമയം ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിയായ സന്തോഷമുണ്ട്. ഞാൻ മധുസാറിനെ സിനിമയിലല്ലാതെ നേരിട്ട് കാണുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരിക്കൽ പോയപ്പോഴാണ് കാണുന്നത്. എന്തായാലും ഇങ്ങനൊരു അവസരം ഒരുക്കിയ ഗ്ലോബൽ അച്ചീവ്മെൻ്റ് അവാർഡ് സംഘടിപ്പിച്ച ശ്രീ ലിയാഖത്തിനും MA ബേബി സാറിനും എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ച് മധുസാറിനും എല്ലാം ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട മധുസാർ, ബേബി സാർ, ശ്രീ ബിജു രമേശ്, വിശിഷ്ടാതിഥികളെ, ഞാൻ മധുസാറിനെ ആദ്യം കാണുന്ന 87 കാലഘട്ടത്തിൽ ഒരു ഫ്ലവർ ഷോയ്ക്ക് വെച്ചാണ്. അന്ന് ആ ഓരോ ചെടികളുടെയും കാര്യങ്ങളെല്ലാം മധുസാർ ഇങ്ങനെ നോക്കി അന്വേഷിച്ച് കിടക്കുന്നതിൻ്റെ പുറകെ ഞാനും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ മധുസാർ ചെടിയൊന്നും കാണുമല്ലായിരുന്നു, മധുസാറിനെ കാണുമായിരുന്നു. എന്തായാലും
അന്ന് നല്ല മധുസാർ നല്ല ആരോഗ്യത്തോടെ വെള്ള മുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നതെന്ന് കാണാനുള്ളതായിരുന്നു. അത് ഇന്ന് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ബേബി സാറ് പറഞ്ഞ പോലെ ലിയാഖത്തിനോടൊപ്പം തന്നെ ഈ സംരംഭകർക്ക് ഇങ്ങനെയുള്ള ഒരു അവാർഡ് കൊടുക്കുന്നതിലൊരു പാഷനായിരുന്നു മധുസാറിനും. ആ ഒരു വളരെ ഞങ്ങൾക്ക് പോലും കേരള ചേംബർ ഓഫ് കൊമേഴ്സിന് ഇതിൽ അതിശയമുണ്ടാക്കിയ കാര്യമാണ്. മധുസാറിന് എല്ലാ നല്ലതും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വലിയ ഒരു വല്ലാത്തൊരു സന്തോഷവും ഒരു സംതൃപ്തിയൊക്കെ തോന്നുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു ചലച്ചിത്ര രംഗത്തെ ഒരു ലെജൻഡിനൊപ്പം ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ലിയാഖത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഈ അവാർഡിനൊപ്പം ഞാനും ഉണ്ട്. മധുസാറിനെ ഞാൻ ദുബായിൽ ഒരുമിച്ച് പോയിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അതൊന്നുമല്ല, മധുസാറുമായിട്ടുള്ളൊരു വലിയ ബന്ധമെന്ന് പറയുന്നത് 70-ലാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നത്. അച്ഛൻ മന്ത്രിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അച്ഛൻ. അപ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് ആരംഭിക്കുന്നത്. അപ്പോൾ KPSC ഒക്കെ കത്തി നിന്ന കാലം. പക്ഷേ KPSC നാടകമെന്ന് പറയുന്നതിന് ചില പ്രശ്നങ്ങൾ, നാടകത്തിൻ്റെ ഒരു കാലം ഏതാണ്ട് ഇങ്ങനെ കഴിഞ്ഞ് സിനിമ കത്തിക്കയറുന്ന സമയമായപ്പോൾ അന്നത്തെ CPI ഒരു KPSC ഫിലിംസ് രൂപീകരിച്ചു. എന്നിട്ട് ആദ്യം എടുക്കാൻ തീരുമാനിച്ച പടമെന്ന് പറയുന്നത് ബേബി സാവ് പറഞ്ഞത് പോലെ തകഴിയുടെ ഏണിപ്പടികൾ. ആ ഏണിപ്പടികളിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു മത്സാറിൻ്റെത്. ഏതാണ്ട് ഒരു പാർട്ടി സഖാവിനെ പോലെയായിരുന്നു ആ സിനിമ കഴിയുമ്പോഴേക്കും. CPIയോടൊപ്പമുള്ള ഒരു സഹയാത്രികനെ പോലെ. ഒരു രംഗത്ത് പാർട്ടിക്ക് വലിയ പണമൊന്നുമില്ല. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ PK വാസുദേവൻ നായരാണ് പ്രൊഡക്ഷൻ മാനേജർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാർട്ടിക്ക് വലിയ പണമൊന്നുമില്ല, ഞങ്ങളൊക്കെ ASFI നടക്കുന്ന സമയം. അപ്പോൾ പറഞ്ഞു, അതിലൊരു പാട്ട് രംഗമുണ്ട്, അതിലൊന്ന് നിങ്ങൾ കുറച്ച് തിരുവാതിരക്കാർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജയഭാരതിയും KPSC ലളിതയും ആയിരുന്നു ആ രംഗത്ത്. അപ്പോൾ അതിൽ ഞങ്ങളൊക്കെ പോയി തിരുവാതിര കളിച്ചു. അങ്ങനെ ഒരു അന്ന് ഇവരുടെയൊക്കെ ഇടയിലെ കൊച്ചു കുട്ടികളാണ് ഞങ്ങളിങ്ങനെ ഓടി നടക്കുകയും വലിയ ആത്മബന്ധമായിരുന്നു അച്ഛന്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ പീപ്പിൾസ് തിയേറ്റർ ഇപ്റ്റൈഡ് സംസ്ഥാന പ്രസിഡൻ്റാണ് മധുസാർ. ഈ പ്രായത്തിലും ഞങ്ങളത് അഭ്യർത്ഥിച്ചപ്പം തുറന്ന മനസ്സോടെ അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പം അതാണ് ഒരു നിലപാടും കൂടി ഉള്ളത് കൊണ്ടാണല്ലോ അത്. ലോകസമാധാനത്തിന് വേണ്ടിയും ഈ ഇതുപോലുള്ള പുരോഗമന കലാപ്രസ്ഥാനങ്ങൾ നിലനിൽക്കണമെന്നുള്ള ബൽരാജ് സഹാനിയൊക്കെ നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇന്ത്യ അറിയുന്ന ഒരു ലെജൻഡാണെന്ന് പറയുന്നത് എനിക്ക് അതിൽപ്പോൾ ഒരു അഭിമാനമില്ല. ആ അഭിമാനവും കൂടി ഞാൻ ഇവിടെ ഇരുന്ന് അനുഭവിക്കുകയാണ്. മധുസാറ് ഞങ്ങളുടെ വീട്ടിലെ കാരണവർ തന്നെയാണ്. കലയുടെ രംഗത്ത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ മാത്രമല്ല, സോവിയറ്റ് യൂണിയനിലൊക്കെ പോയപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് മധുസാറിൻ്റെ സിനിമകളെക്കുറിച്ചാണ്, പാട്ടുകളെക്കുറിച്ച്. അങ്ങനെ അക്കാലത്ത് അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു അത്. എന്തായാലും ഇങ്ങനെയൊരു നിമിഷത്തിൻ്റെ ഒപ്പം എനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു. ലിയാഖത്തിന് നന്ദി. ലിയാഖത്തിൻ്റെ കസിനും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്, ഞങ്ങളൊരു കുടുംബക്കാരാണ്. ബേബി സാവ് എപ്പോഴും ലിയാഖത്തിനെ ചേർത്ത് നിർത്തും, അതൊരു സന്തോഷം. പിന്നെ സഖാവ് ഞങ്ങളെ ASFൻ്റെയും വിദ്യാർത്ഥികാലത്ത് ഒരുമിച്ച് ഉള്ളവരാണ്. സഖാവ് ദേശീയ സെക്രട്ടറി ആയിട്ട് ഒപ്പം ഇരുന്ന് ആദ്യം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു, അതും ഒരു സന്തോഷം. എല്ലാം കൊണ്ട് എനിക്ക് വളരെ വളരെ സംതൃപ്തിയും സന്തോഷവും അഭിമാനവും തരുന്ന നിമിഷം. മധുസാറിനൊരു 1000 പൂച്ചെണ്ടുകൾ. മലയാള സിനിമയുടെ തന്നെ അഭിമാനമായ മധുസാർ, ആദരണീയ ശ്രീ ബേബി സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ ഈ ഒരു വേദിയിൽ ഇതിലൊരു യോഗത്തിലേക്ക് ലിയാഖത്ത് തന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ബേബി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ ഈ കൊടുക്കുന്ന അവാർഡിനെ പറ്റിയും ലിയാഖത്തിൻ്റെ ഈ പ്രോഗ്രാമിനെ പറ്റിയും വളരെ മനോഹരമായി സാർ അത് പറഞ്ഞു. അതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് തോന്നിയത് നോബൽ സമ്മാനത്തെപ്പറ്റി പറഞ്ഞൊരു പരാമർശം. അത് ഇവിടെ
ഈ സംസാരിച്ചു പോകുന്നതിലല്ല, ഇതിന് ശേഷം വളരെയധികം ചിന്തിക്കാനൊരു കാര്യം കൂടെ ഇട്ടിട്ടാണ് സാർ അത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഈ യോഗത്തിലേക്ക് വിളിച്ചതിൽ വീണ്ടും ലിയാഖത്തിനോട് ഒരു വാക്ക് നന്ദി പറയുന്നു. സന്തോഷം. ഏറ്റവും ആദരണീയനായ ബഹുമാന്യ ശ്രീ മധു സാർ, ഏറ്റവും പ്രിയപ്പെട്ട ബേബി സാർ, ഏറെ പ്രിയപ്പെട്ട ബിജു സാർ, ഷിബു സാർ, എൻ്റെ ചേച്ചി ഗീത ചേച്ചി, അഡ്വക്കേറ്റ് ജോഷ്, എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഞങ്ങളിത് ഇങ്ങനെ ഒരു ചടങ്ങ് ആലോചിച്ചത് മധു സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ UAE മുൻ മന്ത്രി ഹിസ് എക്സലൻസി ഡോക്ടർ മുഹമ്മദ് അൽ കിന്ദിക്ക് നമ്മുടെ പരിപാടിയിൽ നാളെ വരുമ്പോൾ മധു സാറിനെ നേരിട്ട് കാണണം എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിച്ചതിൽ നിന്നാണ് ഇങ്ങനൊരു ആശയം. അത് പിന്നെ ഞാൻ ആദ്യമായി പറയുന്നത് സ്വാഭാവികമായിട്ടും കേരള ചേംബറിൻ്റെ സാരഥികളോടാണ്. അവരും അതൊരു നല്ല സംഗതിയാണ്, ബേബി സാറിനോട് പറഞ്ഞപ്പോൾ ലിയാഖത്ത് അത് ഏറ്റവും നല്ല സംഗതിയാണെന്ന് പറയുകയും ഇന്നെന്തായാലും അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഗ്ലോബൽ മീഡിയയും കേരള ചേംബറും മധു സാറിനെ ആദരിക്കുന്നതിലൂടെ ഞങ്ങളാണ് ഏറെ ആദരിക്കപ്പെട്ടത് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എന്നോട് അത്രയും കൃപ, മലയാളത്തിൽ നമുക്ക് ആ വേർഡ് ഉപയോഗിക്കാമെങ്കിൽ ഒരു കൃപ കാണിക്കുന്ന മധു സാറിന് ആദരവ് അർപ്പിക്കാനൊന്നും ഞാനൊന്നും ആളല്ല, പക്ഷേ ഈ വേദിയിൽ അതിന് അനുയോജ്യരായ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേദി സമ്പന്നമാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. നമുക്ക് നാളെ ഇതിനോടനുബന്ധിച്ചുള്ള പരിപാടിയുണ്ട്. എല്ലാവർക്കും ഞാൻ അങ്ങേറ്റത്ത് നന്ദി പറയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓരോരുത്തരെയായിട്ട് വിളിച്ച് ഞാൻ പറയണില്ല, കാരണം എല്ലാവരും വീട്ടിൽ വരുന്നവരാണ്. മിക്കവരല്ലേ 1-2 പേരേ ഉള്ളൂ, അധികം വന്നിട്ടില്ലാത്തത്. ഇവിടെ ഇങ്ങനെ ഒരു ഫോർമലായിട്ടൊരു മീറ്റിംഗ് നടത്താനോ അതിലൊരു പ്രസംഗം പോലെ എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിയണില്ല. കാരണം വീട്ടിനകത്ത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ട് പ്രസംഗിക്കാനൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കാൻ ഒന്നുമില്ല തന്നെ. ഈ ഫങ്ഷന് ഞാൻ പൊതുവായിട്ട് പോയിട്ടുണ്ട് ദുബായിൽ. അവിടെ ഈ ആദരിക്കാൻ വേണ്ടിയിട്ട്, ആദരിക്കപ്പെടാനല്ല, ആദരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് ഒരുമാതിരി ഒരു പകരം വീട്ടും പോലെ ആദരിക്കാൻ മതി. ഇനി എൻ്റെ വീട്ടിനകത്ത് കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും ആദരിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാരണം ഇദ്ദേഹത്തിനെ പോലെ ഉള്ള ആളുകളെ ദൂരെ നിന്നിങ്ങനെ കാണുന്നുണ്ട്, പ്രവൃത്തി അവിടെ ഓരോ പരിപാടികളെക്കുറിച്ച് പത്രത്തിൽ വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നവരെയും അടുത്തറിയാനോ അടുത്തിരിക്കാനോ ഉള്ള അവസരം കിട്ടിയിട്ടില്ല. അവർ ശ്രീമതിയെ കണ്ടിട്ട് വർഷങ്ങളായെങ്കിലും വീണ്ടും എൻ്റെ വീട്ടിൽ വരാൻ കാണാനുള്ള സൗകര്യമുണ്ടായി. പിന്നെ ബേബി സാറ് വല്ലപ്പോഴും ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പോൾ സെക്രട്ടറി ആയതിനു ശേഷം സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ വരുമായിരുന്നു. അതിലും വീണ്ടും എല്ലാവരെയും കണ്ടാലും ഈ ആദരിക്കും എന്നുള്ളതല്ല. ഇപ്പോൾ ആദരിക്കും എന്ന് പറഞ്ഞാൽ കുറേ പൈസ തരണം, അല്ലെങ്കിൽ ആദരവാവില്ല അല്ലേ? ഒരാളിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ച് കുറേ പൈസ കൊടുക്കുക, എന്നാണ് ഇപ്പോഴത്തെ വൈപ്പ്. അപ്പോൾ അതല്ലാത്ത ഒരു ആദരവിൽപ്പെട്ടതിൽ വളരെ വളരെ സന്തോഷം. കൂടുതൽ സംസാരിക്കുന്നില്ല. സന്തോഷം, ഈ വളരെയധികം സന്തോഷമുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. താങ്ക് യു all.